ഓ സ്വർഗചിത്രല്ലേ? അതെ അതെ. ചേട്ടാ, ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു. ആ നമ്പർ എടുത്ത് വിളിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോവിന്ദസ്വാമി സമാധിയെ കുറിച്ചാണ്. കാരണം ഇതിനകത്ത് കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദസ്വാമി സമാധിയായി എന്ന് പറയുന്നത് മക്കള് പറയുന്നത് അച്ഛനാണെങ്കിൽ പ്രഷറും ഷുഗറും ഉണ്ടായിരുന്നു, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് 2 ഗുളിക കഴിച്ച് പിന്നെ കഞ്ഞിയും കുടിച്ചിട്ട് ആള് പോയി സമാധിക്ക് ഇരുന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ ഇത്രയും അസുഖവും ആള് ഷുഗറും ഗുളികയും ഇതൊക്കെ കഴിച്ചിട്ട് നടന്നു പോയിട്ട് അവിടെ പോയി സമാധിക്ക് ഇരിക്കാൻ മാത്രം ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പെട്ടെന്ന് ഇങ്ങനെ സമാധിയായി എന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ എടുത്തോണ്ട് വല്ലതും വന്ന് ഇരുത്തണം സമാധി ആവുകയാണെങ്കിൽ, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നടന്നുപോയി അവിടെ ഇരുന്നു സമാധിയായി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ ഇതിനെക്കുറിച്ച് ഈ പ്രിന്റ് അടിച്ചു, ഈ ഫോട്ടോ പ്രിന്റ് അടിച്ച ഒരു സാധനം നമ്മുടെ ഒരു യൂട്യൂബർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ പ്രിന്റ് അടിച്ച സ്ഥലം നമുക്കതൊന്ന് കേട്ട് നോക്കാം. സ്വർഗചിത്രല്ലേ? അതെ അതെ. ചേട്ടാ, ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു. ആ നമ്പർ എടുത്ത് വിളിക്കുക. ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഈ ഗോപൻസ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത്. ഇത് ആ 9-ാം തീയതി അല്ലേ നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത്? അപ്പൊ 8-ാം തീയതി ആണോ ഇദ്ദേഹം ഇത് കൊടുന്നു തരുന്നത്? ഇല്ല ഇല്ല ഇല്ല, അന്ന് രാവിലെയാണോ? 9-ാം തീയതി രാവിലെയാണോ അല്ലേ? അതെ അതെ. ഒരു സംശയം ദിവസവും രാവിലെ അല്ല അല്ലേ, വൈകുന്നേരമാണ് വന്നത്. അതെ. അപ്പൊ ആള് പ്രിന്റ് ഒട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ? അല്ല, അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോയത്. ഓ, ഈ പോസ്റ്റർ അവിടെ നിന്ന് ഉണ്ടാക്കി വൈകുന്നേരം വാങ്ങി കൊണ്ടുപോയി അപ്പൊ തന്നെ അല്ലേ? നിന്ന് വാങ്ങിച്ചോണ്ട് പോയി. ഓക്കെ ഓക്കെ. അല്ല, അന്ന് തന്നെയാണോ ആളത് ഒട്ടിച്ചത് എന്നൊരു ഡൗട്ട് ചോദിച്ചു തീർക്കാൻ വേണ്ടി വിളിച്ചതാ കേട്ടോ. ശരി, താങ്ക് യു. ഈ ഒരു റെക്കോർഡ് വെച്ച് കേട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ ഗോവിന്ദസ്വാമി മരിച്ചത് 8-ാം തീയതി ആണ്. അതിനുശേഷം രാത്രി പൂജാകർമ്മങ്ങൾ ചെയ്തു എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. നമുക്കൊന്ന് ഒന്നുകൂടെ കേട്ട് നോക്കാം. സമാധി എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷമാണ് അച്ഛൻ ഈ ചടങ്ങുകളെല്ലാം ചെയ്യണം. അച്ഛനാണ് ചടങ്ങ്, ഞാനല്ല. ആദ്യം അച്ഛനാണ് ഈ പ്രാണായാമ കലകൾ അച്ഛനാണ് ഉണർത്തേണ്ടത്, ഞാനല്ല ഉണർത്തേണ്ടത്. എനിക്ക് അതായത് വീണ്ടും ജീവൻ പോയി, ജീവൻ അതാണ് പറഞ്ഞത്. സമാധി എന്ന് പറയുന്ന ജീവൻ പോകലല്ല, അതിൽ ഈ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്ന അമൃത കലയിൽ. അതായത് അച്ഛൻ എല്ലാം പറഞ്ഞിരുന്നു 11:30 ആകുമ്പോഴത്തേക്കും എൻ്റെ കറക്റ്റ് സമാധി ആവും. അപ്പോൾ സമാധി ആകുമ്പോൾ തൻ്റെ എല്ലാം, അതായത് ഈ ശരീരം എല്ലാം ആ ബ്രഹ്മത്തിൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ആ ശരീരം എല്ലാം വലിഞ്ഞ് മുറുകി വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ അങ്ങ് നിലയ്ക്ക്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ജീവകലയിൽ അങ്ങ് ചൈതന്യമായി സ്പിരിച്ച് തേജസ്സോട് കൂടി സ്പിരിച്ച് നിൽക്കും. എല്ലാം പറഞ്ഞിട്ടുണ്ട്. സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. അപ്പം നമുക്കറിയാൻ പറ്റും സമാധി കറക്റ്റ് സമാധിയായി. പക്ഷേ ഈ ചടങ്ങുകൾ ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ഇതെല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രിയുടെ 9:30 യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങ്. രാത്രി വരെ ബോഡി എങ്ങനെ വെച്ചിരുന്നു? അതില്ല, ചടങ്ങുകൾ ബാക്കി കിടക്കില്ലേ, ഓരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ. പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചാൽ ബാക്കി പിന്നീടാണ് നമ്മൾ പോയി എൻ്റെ ചേട്ടൻ പോയി പൂജാദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞില്ല. സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും സകല പൂജാദ്രവ്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ സമയം മുതലുള്ള കർമ്മങ്ങളുണ്ട്. നമ്മൾ കാലത്തെ കാപ്പി കുടിച്ച നമ്മളാണ്, നമുക്ക് പിന്നെ ഒരു ഭാഗം കഴിക്കാൻ പറ്റില്ല. ഇത് ചടങ്ങ് കഴിയാതെ ഒരു ജലപാനം നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ പൂജാതി കർമ്മങ്ങൾ തുടങ്ങുന്നത്. സമാധിയായി കറക്റ്റ് സമാധി ഈ ബ്രഹ്മത്തിൽ ലയിച്ച് അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങി രാത്രി, അതായത് കഴിഞ്ഞ് 3:30 ബ്രാഹ്മ മുഹൂർത്തമാകുമ്പോൾ നപുംസകശീല പാകുന്ന ചടങ്ങുണ്ട്. അതായത് നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. അതിന്റെ പവർ പോയില്ലേ മോനെ, നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കീറിയ കൊത്താണ്. പവറേഷ് എന്ന് വെച്ചാൽ ഇതൊന്ന് പവർ പോകാൻ സൂപ്പർമാനോ സ്പൈഡർമാനോ വല്ലതും ആണോ? അതെല്ലാം വിട്. ഇതിലേക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 8-ാം തീയതി മരിച്ചതിന് ശേഷം വെളുപ്പിനെ 3:30 വരെ ഇവർ പൂജ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏകദേശം വൈകുന്നേര സമയമായപ്പോൾ പൂജ എല്ലാം കഴിഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു. ഏകദേശം 10-ാം തീയതിയാണ് അപ്പൊ ഈ റിപ്പോർട്ടർ ചാനലുകാരും ആൾക്കാരും ഒക്കെ വരുന്നതും പ്രശ്നമാകുന്നതും സീനാവുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിലും എനിക്ക് സംശയമുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവർ പറയുന്നത് അച്ഛനൊരു നടക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നെന്ന്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ പെട്ടെന്ന് എങ്ങനെ ഞാൻ മരിച്ചു പോകും സമാധിയാവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. ഇനി പുള്ളി ഇനി വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ സമാധിയാക്കിയാണോ എന്ന് അറിയത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാൽ അതിന് തമാശ രീതി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട്. എന്തായാലും രാസവസ്തു പരിശോധന പുറത്ത് വരുമ്പോൾ എല്ലാം തെളിയും. എന്തായാലും പുറത്ത് വരട്ടെ എത്രയും പെട്ടെന്ന്. പിന്നെ സമാധിയുടെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ, എനിക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും ചിലർക്ക് ഞാൻ വായിച്ചു കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയോ അല്ലെങ്കിൽ ഋഷിമാര് അങ്ങനത്തെ യോഗികൾക്ക് ഒക്കെ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ജീവനെ അല്ലെങ്കിൽ അവരുടെ പ്രാണനെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് അതിനെ മരണം എന്ന് വിളിക്കത്തില്ല, അവനെ അതിൽ സമാധി എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ അങ്ങനെ ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിൽ കുറേയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ വായിച്ചു കേട്ട അറിവ് അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ എന്റെ ഒരു അറിവ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് കമന്റ് ചെയ്യുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ.